ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഈ ഒരു IPL സീസണിൽ അത്യാവശ്യം നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ജയത്തോടു കൂടി പോകുന്ന രണ്ട് കിടിലൻ ടീമുകൾ തമ്മിലാണ് ഇന്നത്തെ മത്സരം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. രണ്ട് ടീമുകളിലേക്ക് നോക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ്. 6 മത്സരങ്ങളിൽ 5 ജയവുമായിട്ടാണ് രാജസ്ഥാൻ റോയൽസ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. കൊൽക്കത്തയാകട്ടെ 5 മത്സരങ്ങളിൽ 4 ജയവുമായിട്ടാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. IPL പോയിന്റ് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ 1 മുകളിൽ നെറ്റ് റൺ റേറ്റ് കീപ്പ് ചെയ്യുന്ന ഏക ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. അതായത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ച് ജയിച്ച മത്സരങ്ങളിലെല്ലാം തന്നെ വളരെ ആധികാരികമായിട്ടുള്ളൊരു ജയം ഏത് ടീമുകൾക്കെതിരെ നേടിയെടുക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഈ ഒരു സീസണിൽ സാധിച്ചിട്ടുണ്ട്. സോ എന്തായാലും ആ ഒരു അഡ്വാൻറ്റേജ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഉള്ളതോടൊപ്പം അവിടെ ഇവർ കളിക്കാൻ പോകുന്ന ഒരു ഹോം മത്സരമാണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. സോ അവിടെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ രാജസ്ഥാൻ റോയൽസിനെ അപേക്ഷിച്ച് അവിടെ ഉള്ളത്. സോ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം. നമ്മുടെ അനാലിസിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം കൊൽക്കത്തയിൽ നിന്ന് തുടങ്ങാം. കമ്പയർ ടു രാജസ്ഥാൻ റോയൽസ് അത്യാവശ്യം ഡെപ്ത് ഉള്ളൊരു ബാറ്റിംഗ് സൈഡ് ഉണ്ട്. ഓൾറെഡി ഡെപ്ത് ഉള്ളൊരു ബാറ്റിംഗ് സൈഡാണ് രാജസ്ഥാൻ റോയൽസിനുള്ളത്. അതിനേക്കാൾ ഡെപ്ത് ഉള്ളൊരു ബാറ്റിംഗ് സൈഡാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനുള്ളത്. ഓപ്പണിംഗ് സൈഡിൽ തുടങ്ങി അങ്ങ് റസൽ വരെ നീണ്ടു കിടക്കുന്ന മനോഹരമായിട്ടൊരു ബാറ്റിംഗ് ഓർഡറും അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എബോവ് ആവറേജ് പെർഫോമൻസ് കീപ്പ് ചെയ്യുന്ന നല്ലൊരു ബോളിംഗ് സൈഡും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനുണ്ട്. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർക്കിന്റെ ഒരു തിരിച്ചുവരവോട് കണ്ടതോടുകൂടി തന്നെ ബോളിംഗ് സൈഡിന്റെ പെർഫോമൻസ് എന്താകുമെന്ന് ഒരു ഗസ് കിട്ടിയിട്ടുണ്ട്. സ്റ്റാർക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു നല്ലൊരു കൺസിസ്റ്റന്റ് ആയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു എക്കോണമിയും അതോടൊപ്പം തന്നെ വിക്കറ്റ് എടുക്കാൻ സ്റ്റാർക്കിന് സാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ സ്റ്റാർക്ക് തന്നെയാണ് അവരുടെ ബോളിംഗ് സൈഡിലെ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മുടെ രാജസ്ഥാൻ റോയൽസിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരുപാട് വീക്ക്നെസ്സുകളുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണിംഗ് സൈഡിലേക്ക് ബട്ട്ലർ തിരിച്ചു വരുമെന്നാണ് ഈ ഒരു മത്സരത്തിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ജയ്സ്വാൾ ബട്ട്ലർ തന്നെയായിരിക്കും ഓപ്പണിംഗ് കൂട്ടുകെട്ട്. എന്തായാലും ഈ ഒരു സീസണിൽ കാര്യമായിട്ടുള്ള ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചില്ല. അതായത് പവർ പ്ലേ കറക്റ്റായിട്ട് മുതലാക്കാൻ രാജസ്ഥാൻ റോയൽസിന് ഈ ഒരു സീസണിൽ ശരിക്കും സാധിച്ചിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ബട്ട്ലർ ആ ഒരു സെഞ്ചുറി അടിച്ചെങ്കിലും ആൾ സ്ട്രഗ്ലിംഗ് ആണ്. അതിൽ നിന്നൊരു കമ്പാക്ക് രാജസ്ഥാൻ റോയൽസിന് അനിവാര്യമാണ്. പഴയ ഫിയർലെസ് ആയിട്ടൊരു ബട്ട്ലറെ അല്ലെങ്കിൽ അധികം ബോളുകൾ തിന്നാത്തൊരു ബട്ട്ലറെ നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം ജയ്സ്വാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു ഇന്റന്റ് കാഴ്ചവെച്ചു എന്നുള്ളത് ശരിയാണ്. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ മികച്ച രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. സഞ്ജു അതോടൊപ്പം തന്നെ റിയാൻ പരാഗ് എന്നിവർ തന്നെയാണ് ആ ഒരു ബാറ്റിംഗ് ഓർഡറിനെ ശരിക്കും നിയന്ത്രിക്കുന്ന ബാറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ രണ്ടുപേരിലാണ് ഗെയിമിന്റെ കൺട്രോൾ ഫുള്ള് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹെഡ്മെയർ ഫോമിലേക്ക് വരുന്ന ഇവർക്ക് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഒപ്പം ജുറലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ജുറൽ അത്ര നല്ല ഫോമിലല്ല എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ബോളുകൾ കൂടുതൽ കിട്ടി ഒന്ന് സെറ്റ് ആവേണ്ടിയിരിക്കുന്നു ജുറൽ എന്നും പറയാം. അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സന്ദീപിന്റെ ഒരു തിരിച്ചുവരവ് അനിവാര്യം തന്നെയാണ്. ഡെത്ത് ബോളിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് അഭിമുഖീകരിക്കുന്നുണ്ട്. അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. സന്ദീപ് മിക്കവാറും ഈ ഒരു മത്സരത്തിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. രാജസ്ഥാൻ റോയൽസിന് ഏറ്റവും പറ്റിയ ബോളിംഗ് സൈഡ് എന്ന് പറയുന്നത് നാൻഡ്രെ ബർഗർ അതോടൊപ്പം തന്നെ ബോൾട്ട് എന്നീ 2 ഫോറിൻ താരങ്ങൾ ബോളിംഗ് സൈഡിലും ബാറ്റിംഗ് സൈഡിലേക്ക് ബട്ട്ലർ അതോടൊപ്പം തന്നെ ഹെഡ്മെയർ എന്നിവ തന്നെയാണ്. അതാണ് നല്ലൊരു കോമ്പിനേഷൻ. അതോടൊപ്പം തന്നെ അശ്വിനും ഈ ഒരു മത്സരത്തിൽ തിരിച്ചു വരുന്നതോടുകൂടി തന്നെ മഹാരാജിന് പുറത്തിരിക്കേണ്ടി വരും. കാരണം അതങ്ങനെ വരുള്ളൂ. അപ്പോൾ പവലും എന്തായാലും പുറത്തിരിക്കും. കാരണം പവലിന് പുറത്തിരിക്കേണ്ടി വരുന്നത് ബട്ട്ലർ വന്നുകൊണ്ടാണ്. സോ ഇങ്ങനൊരു ബാറ്റിംഗ് സൈഡ് ആയിരിക്കും അവിടെ സൈഡ് ആയിരിക്കും രാജസ്ഥാൻ റോയൽസ് അവിടെ പരീക്ഷിക്കാൻ കൂടുതൽ. സന്ദീപ് വന്നില്ലെങ്കിലും എന്തായാലും നാൻഡ്രെ ബർഗറിന്റെ ഒരു തിരിച്ചുവരവ് മത്സരത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും സ്പിൻ ഡിപ്പാർട്ട്മെന്റ് വൈസ് നോക്കിക്കഴിഞ്ഞാലും കൊൽക്കത്തയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റും അടിപൊളിയാണ്, രാജസ്ഥാന്റെ സ്പിൻ ഡിപ്പാർട്ട്മെന്റും അടിപൊളിയാണ്. എന്തായാലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 കിടിലൻ ടീമുകൾ തമ്മിലുള്ള മത്സരം തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഓൾറെഡി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനുണ്ട്. അപ്പോൾ എന്തായാലും ഓരോ തോൽവികൾ അറിഞ്ഞു നിൽക്കുന്ന ടീമുകളിൽ ആരാണ് ഇന്നത്തെ മത്സരത്തിൽ തോൽവി അറിയാമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ഒരുപാട് റൺസ് പിറന്നില്ലെങ്കിലും ഒരു 180 റൺസ് പിറക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അല്ലെങ്കിൽ ഈഡൻ ഗാർഡൻസ് എന്ന് പറയുന്നത്. സോ ഗൗതം ഗംഭീറിന്റെ ഇമ്പാക്റ്റും ഭയങ്കരമായിട്ട് കൊൽക്കത്തയെ ബാധിച്ചിട്ടുണ്ട്. അതായത് ബാധിച്ചതെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ട് ഭയങ്കരമായിട്ട് ആ ഒരു ഇന്റന്റ് അവർ കാഴ്ചവെക്കുന്നുണ്ട്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അവരുടെ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ പറഞ്ഞത്, കഴിഞ്ഞ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കിഡിലൊരു ആങ്കർ റോൾ ആയിരുന്നു അവിടെ ശ്രേയസ് അയ്യർ കളിച്ചത്. ഒരുപാട് പേര് അദ്ദേഹത്തിന് ട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സൈഡിൽ നിന്ന് അറ്റാക്ക് വരുന്നുണ്ട്. സോ അങ്ങനെ സ്കോർ ചേസ് ചെയ്യുമ്പോൾ വേറെ രണ്ടുപേർ അറ്റാക്ക് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. സോ നല്ല കിടിലൊരു ആങ്കർ റോൾ ആയിരുന്നു അവിടെ ശ്രേയസ് അയ്യർ കളിച്ചത്. പക്ഷേ അവിടെ പേസ് ബോളേഴ്സിൽ നേരിടുന്നതിൽ ശ്രേയസ് അയ്യർ സ്റ്റിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് രാജസ്ഥാൻ മുതലാക്കി എടുത്തു കഴിഞ്ഞാൽ ആ ശ്രേയസ് അയ്യരുടെ വിക്കറ്റ് പിക്ക് ചെയ്യാൻ സാധിക്കും. അത് നല്ലൊരു രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബൈ ബൈ ഗൈസ്.